നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡെസേർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബംഗാളി ഡെസേർട്ടാണ് മാംഗോ ബപ്പാത്ത്. പേര് കേൾക്കുമ്പോൾ ഇതെന്താ സംഭവം എന്നൊക്കെ തോന്നുമെങ്കിലും സംഭവം സിമ്പിളാണ്. മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേരിൽ പറഞ്ഞ പോലെ മാംഗോ ബപ്പാദോയിൽ ബപ്പ എന്ന് പറഞ്ഞാൽ സ്റ്റീംഡ്, അതുപോലെ ദോയ് പറഞ്ഞാൽ യോഗറ്റ്. അപ്പോൾ എന്തായാലും മാങ്ങയുടെ സീസണൊക്കെയാണ്. നല്ല പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കുകയും ജ്യൂസ് അടിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൂട് കാലത്ത് നല്ല ഒന്ന് കൂളാവാൻ ബെസ്റ്റാണ്. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു സിമ്പിളാണ്, പക്ഷേ ഡിലീഷ്യസ് ആണ്. ഒരു ചീസി ടെക്സ്ചറൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസും അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീക്ക് യോഗട്ട് അല്ലെങ്കിൽ ഹങ് കേർഡ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളം നമ്മൾ കളഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ഹങ് കേർഡ് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനർ എടുത്ത് അതിലേക്കൊരു ക്ലോത്ത് വെച്ചു. ഇനി തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മസ്ലിൻ ക്ലോത്ത്, അതായത് ചീസ് ക്ലോത്ത് ഉണ്ടല്ലോ, അതാണെങ്കിൽ ബെറ്ററാണ്. എന്നിട്ട് ഇതിലെ വെള്ളം അരിച്ച് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഭയങ്കര ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് ശരിക്കും കേട്ടോ. ഇതിലെ പൊട്ടാസ്യവും സോഡിയവും ഒക്കെ ഈ വെള്ളത്തിൻ്റെ കൂടെ പോകും എന്നുള്ളതാണ്. തൈരിൽ വെള്ളം പൊക്കി എടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഒരുപാട് റെസിപ്പീസ് നമുക്ക് ചെയ്തെടുക്കാം. കുറേ ഡെസേർട്ടും പിന്നെ അതുപോലെ സ്പ്രെഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഈ ഡിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഡിപ്പും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു വെയിറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വെള്ളം നന്നായിട്ട് അങ്ങ് പോയിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ ഹങ് കേർഡ് റെഡിയായി കിട്ടും. ഇത് നമുക്ക് വേണമെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങാനും കിട്ടും കേട്ടോ. ഓൺലൈൻ സ്റ്റോറിലൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ എടുത്തു വെച്ചു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. പഴുത്ത മാങ്ങ 2 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തതാണെങ്കിൽ നല്ലത്. ഞാനെടുത്തത് അങ്ങ് പഴുത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ച ഹങ് കേർഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടി മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 400 ഗ്രാമിൻ്റെയാണ്. അപ്പോൾ ഒരു 1/4 പോർഷനോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1/3 കപ്പ് വരും, 1/3 കപ്പ് വരും. അപ്പോൾ അത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ മാംഗോ പ്യൂരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ 2 മാങ്ങേനെ കൊണ്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതിന്ന് ഒരു 1/3 കപ്പ് നമ്മൾ മിൽക്ക് മെയ്ഡ് എടുത്ത് അത്ര തന്നെ പ്യൂരി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണേ. അപ്പോൾ ഇത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കേക്കിൻ്റെ ടിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിന്നെടുക്കുക. കുറച്ച് ബട്ടറൊക്കെ തടവി, ഞാൻ ബട്ടർ പേപ്പർ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ബാറ്റർ മാറ്റി കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് സ്പ്രെഡൊക്കെ ചെയ്തിട്ട് ഇനി നമ്മളിത് ആവി കയറ്റി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനൊരു സിൽവർ ഫോയിൽ കൊണ്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 20 മുതൽ അരമണിക്കൂർ വരെ ആവി കയറ്റി എടുക്കണം. നോക്കിയാൽ മതി ഇടയ്ക്ക് ആയോ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. കുറച്ച് മാങ്ങയും അതുപോലെ പിസ്തയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു എന്താ പറയുക, 2 മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ആ ഒരു തണുത്ത് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ചൂടുള്ള സമയത്ത് നന്നായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി നമുക്ക് ആ ഒരു തണുത്ത ഇത് കഴിക്കുമ്പോൾ ആ ഒരു സുഖമൊക്കെ ഉണ്ടാവും. മാങ്ങയുടെ സീസണാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ആവശ്യം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ.